നമ്മുടെ അടുത്ത ഗസ്റ്റ് എന്ന് പറയുന്നത് സാൽവിയാണ്. അതും സാൽവിയ മാപ്പിളപ്പാട്ടിലൂടെ അപ്പീലിലൂടെ വന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? കോമ്പറ്റീഷനൊക്കെ നല്ല ടൈറ്റായിരുന്നു. ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് വരുന്നത്. അവിടെ മാപ്പിളപ്പാട്ടിൽ 1 മാർക്കിന് സെക്കൻഡ് ആയിരുന്നു. അങ്ങനെ ഫസ്റ്റ് ടൈം ആണോ ഇപ്പോൾ തൃശ്ശൂരിലേക്ക് വരുന്നത്? അല്ലല്ല, ഞാൻ 8th സ്റ്റാൻഡേർഡ് മുതൽ. അപ്പൊ 8th സ്റ്റാൻഡേർഡ് മുതൽ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന ആളാണ്. സംസ്ഥാന കലോത്സവത്തിൽ 8ാം ക്ലാസ് മുതൽ ഇപ്പൊ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇപ്പൊ +1. ഹയർ സെക്കൻഡറി വിഭാഗം. ഇനി 1 കൊല്ലം കൂടെ ഉള്ളൂ കലോത്സവം. അതെ. ഓക്കെ, ഇത് ആരാ ഗുരു, ആരാ പഠിപ്പിച്ചേ? മാപ്പിളപ്പാട്ട് എന്നെ പഠിപ്പിച്ചത് ഇർഷാദ് സ്രാമ്പിക്കൽ എന്ന് പറഞ്ഞൊരു സാറാണ്. എത്ര നാളെടുത്തു പഠിച്ചു വരാനൊക്കെ ആയിട്ട്? കുറച്ച് മാസങ്ങളെടുത്തു. കാരണം ഈ വേർഡ്സ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടല്ലേ നമുക്ക്. കുറച്ചും കൂടെ അത് പഠിച്ച ഒരാൾക്കാണെങ്കിൽ മേ ബി നമുക്കിപ്പോൾ അതൊരു സബ്ജക്റ്റ് ആയിട്ടൊന്നും അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ആ വേർഡ്സ് ഒക്കെ ഒന്ന് ഇതാക്കിയത്? അത് അത്യാവശ്യം നല്ല ടൈം എടുത്ത് തന്നെയാണ് പഠിച്ചിട്ടുണ്ടായത്. എങ്ങനെ ഇതിലേക്ക് വന്നേ? ഒരു മാപ്പിളപ്പാട്ടിലേക്ക് വരാമെന്നുള്ളൊരു ഇഷ്ടം തോന്നിയത് എങ്ങനെയാണ്? നമ്മളങ്ങനെ കാണാറില്ല കൂടുതലും, അതുകൊണ്ടാണ്. അത് ഈ ഒരു വേയിലേക്ക് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒപ്പന പഠിപ്പിക്കുന്ന സാറായിരുന്നു. ഒപ്പന കളിക്കോപ്പോ? ഇന്നലെ ഒപ്പനയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ ഒപ്പനയ്ക്ക് മത്സരിച്ചിട്ടാണ് ആള് ഇന്ന് മാപ്പിളപ്പാട്ട്. അപ്പൊ നാളെ ഇന്നലെ തന്നെയായിരുന്നു മാപ്പിളപ്പാട്ട്. ഇന്ന് മലയാള പദ്യമുണ്ട്. ഓക്കെ, നാളെ ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല 3 ഐറ്റമുള്ളൂ. 3 ഐറ്റം. ഇന്ന് മലയാള പദ്യമുണ്ട്. ഇന്ന് മലയാള പദ്യമുണ്ട്. അപ്പോ അതിന് ഓൾ ദി ബെസ്റ്റ് ആദ്യം അല്ലേ? അപ്പോ നമുക്ക് അതിന്റെ ഒരു രണ്ടുപേര് കേൾക്കാം. ജനാബ് ബദറുദ്ദീൻ പാറന്നൂരിൻ്റെ സീറത്തുൽ നബവിയ എന്ന കൃതിയിൽ നിന്നും ഏതാനും ചില വരികൾ. ഇശൽ ആയെ പോതവൻ നടുച്ചാട്ട് ചാച്ചിൽ ഇടമുറുക്കം. പൊന്തലത്തിൽ മുന്തും ചന്തം പുന്നാരത്തേനാം ചന്ദിരനൊളി ചിന്തും ബദറുടെ സന്താന പേരാം കതിരൊളി അതിനുകമേ പിതൃത്വത്തിനലങ്കാരം മെഹമൂദർ ചാരേ അഞ്ചിതത്തിലിമ്പമൂറും 7 തേനാരേ അതൃപ്പത്തിൽ അവർ 3 ഷറഫുടെ ബലതവൻ ഖാസിമുർ അബ്ദുല്ലാഹി ഇബ്രാഹിമും ചതുർമലർ അവർ ബിന്ദം സൈനബ് റുഖിയ റമും മുകുൽസും ഫാത്തിമത്തിൻ മലരുളിയും ചിന്താരത്തിലിവാം ചിങ്കാരർ സഹറാം ചൊങ്കവർ മങ്കമർ തങ്ങളിൽ ഇമ്പിതമാനേ പൊന്തലത്തിൽ മുന്തും ചന്തം പുന്നാരത്തേനാം ചന്ദിരനൊളി ചിന്തും ബദറുടെ സന്താന പേരാ. എളുപ്പല്ല കേട്ടോ, വരികളൊക്കെ വന്ന് പാടുമ്പോ പഠിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ട്. ആഗ്രഹം മാത്രമേ ഉള്ളൂ. എളുപ്പല്ല, നമ്മളെ കൊണ്ട് പറ്റുമെന്നുള്ളത്. പിന്നെ ഞാൻ വേറെ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ അറിയോ, അച്ഛനും അമ്മയാണോ കൂടെയുള്ള? അച്ഛനുണ്ട്, അമ്മയുണ്ട്. അവരുടെ ഫേസിലാണ് സന്തോഷമൊക്കെ അവരുടെ കണ്ടു നിറയണതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അവർക്ക് അതൊരു വലിയ അച്ചീവ്മെന്റ് ആണ്. സൂര്യ ഒട്ടുമിക്ക എല്ലാ പേരൻസിനും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ, മക്കളെ ഇത്രയും ഒരു നല്ലൊരു സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ കാണാൻ പറ്റുക. അതൊരു സന്തോഷം തന്നെയാണ് എന്ന് പറയുന്നത് വലിയ. കാരണം എത്രത്തോളം മത്സരങ്ങൾ പിന്നിട്ടിട്ടാണ് അവരിപ്പോ ഈ വേദിയിൽ എത്തി നിൽക്കുന്നത്. പിന്നിലെ ഒരുപാട് ഒരു സമ്മാനം കിട്ടുന്നതും ഒക്കെ. അപ്പൊ എനിക്ക് ആളുടെ വോയിസ് ഭയങ്കര ഇഷ്ടമായി. വേറൊരു പാട്ട് പാടിത്തരും ഞങ്ങക്ക്? ഇന്ദ്രനീലിമയോലും ഈ മിഴിപ്പൊയ്കകളിൽ ഇന്നലെ നിൻമുഖം നീ നോക്കി നിന്നു. ഇന്ദ്രനീലിമയോലും ഈ മിഴിപ്പൊയ്കകളിൽ ഇന്നലെ നിൻമുഖം നീ നോക്കി നിന്നു. ഇന്നൊരു ഹൃദയത്തിൻ കുന്തലതാഗ്രഹത്തിൽ പൊന്മുളം തണ്ടുമോദിനീരിപ്പൂ. അതിൻ പൊരുൾ നിനക്കേതോ മാറിയില്ലല്ലോ, അതിൻ പൊരുൾ നിനക്കേതോ മാറിയില്ലല്ലോ. ഇന്ദ്രനീലിമയോലും ഈ മിഴിപ്പൊയ്കകളിൽ ഇന്നലെ നിൻമുഖം നീ നോക്കി നിന്നു. ഇന്ദ്രനീലിമയോലും
ആളുടെ പാട്ട് കേട്ടിട്ട് നമ്മുടെ മനസ്സ് നിറഞ്ഞു. അതിലേക്കാട്ടിലും നന്നായിട്ട് മനസ്സ് നിറഞ്ഞത് എനിക്ക് അച്ഛന്റെയും അമ്മയുടെയും മുഖം കണ്ടിട്ടാട്ടോ. അവരുടെ ആ ഉള്ളിലുള്ള ഒരു സന്തോഷം കണ്ടിട്ട് എന്റെ മനസ്സ് നിറഞ്ഞു. അപ്പൊ ഇനി മലയാള പദ്യമുണ്ട്, അപ്പൊ അതിന് എല്ലാവിധ ആശംസകളും TCയുടെ ഭാഗത്താണോ ആഗ്രഹം കണ്ടിന്യൂ ചെയ്തു പോവാൻ? ഈ പാട്ട് ഒരു പാട്ട് ടീച്ചർ ആവാൻ എങ്ങാനും ആഗ്രഹമുണ്ടോ? കാരണം നല്ല കാലിബറുള്ള ആളാണ്. ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുണ്ടോ? ഇപ്പൊ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇനിയും നമുക്ക് വലിയ സിംഗർ ആയിട്ട് കാണാൻ പറ്റട്ടെ, വലിയ ഉയരങ്ങളിൽ എത്തട്ടെ. അപ്പൊ TCയുടെ എല്ലാ ആശംസകളും നേരുന്നു. വേദികളിൽ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അതിന് മുമ്പ് നമുക്ക് വേദികളിലേക്ക് പോയിട്ട് വരാം.